എളുപ്പത്തിൽ നമുക്കൊരു മുട്ട ബിരിയാണി അങ്ങോട്ട് ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടി ഇതാ മുട്ടയൊക്കെ വിസിലടിക്കാൻ വേണ്ടി കുക്കറിൽ അങ്ങോട്ട് കയറ്റിട്ടുണ്ട്. വേഗം ഒരു പാൻ എടുത്ത് അതിലേക്ക് നെയ്യും കുറച്ച് ഓയിലും കൂടിട്ടിട്ട് വേഗം ഉള്ളി ഒന്ന് കരിച്ചെടുക്കാം ഗൈസ്. കരിഞ്ഞ ഉള്ളി ഇല്ലാത്ത ബിരിയാണി ഉണ്ടോല്ലേ, അപ്പൊ വേഗം തന്നെ ഉള്ളി കരിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതങ്ങോട്ട് കരിച്ച് കോരിയതിന് ശേഷം നമുക്ക് ഇനി അതിലേക്ക് കുറച്ച് ക്യാരറ്റ് കൂടിട്ടിട്ട് ഒന്ന് ജസ്റ്റ് വഴച്ചെടുക്കാം കേട്ടോ. ഇതൊക്കെ ഗാർണിഷ് പരുവത്തിനുള്ള സംഭവങ്ങളാണ്. അപ്പൊ അതെല്ലാം തന്നെ ആദ്യം അങ്ങോട്ട് മാറ്റി വെക്കാം കേട്ടോ. അപ്പൊ അണ്ടി മുന്തിരി ഇല്ലാത്തതുകൊണ്ട് ഇട്ടിട്ടില്ല. ഇതൊരു രാത്രി ഉണ്ടാക്കിയതാണ്. രാത്രിയിലെ ക്രേവിങ്സിന് ഇങ്ങനെ ഇതുപോലത്തെ തട്ടിക്കൂട്ടി ബിരിയാണികളൊക്കെയാണ് ഉണ്ടാക്കുക. അപ്പൊ ചിക്കൻ ഒന്നും വാങ്ങിക്കാൻ നിന്നില്ല, മുട്ടയിലാണ് ഇന്നത്തെ നമ്മുടെ പരീക്ഷണം. അതേ പേരിലേക്ക് കുറച്ചും കൂടെ നെയ്യും ഓയിലും ഒഴിച്ചിട്ട് ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയും കറിവേപ്പിലയും മല്ലിയിലയും എല്ലാം കൂടി ഇട്ടിട്ട് അങ്ങോട്ട് വാട്ടിയെടുത്തിട്ട് മസാലപ്പൊടികളായിട്ടുള്ള ചിക്കൻ മസാല, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ടിട്ട് കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് വാട്ടിയെടുത്തിട്ട് കുറച്ച് തൈരും കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ മസാലൻ്റെ പരിപാടികൾ ഏകദേശം കഴിഞ്ഞു കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്നൊന്ന് ഗ്രേവി പരുവത്തിലാക്കിയിട്ട് നമ്മളിതാ മുട്ടയും കൂടെ വേവിച്ചതും കൂടിയിട്ട് നന്നായിട്ട് അങ്ങോട്ട് മൂടി വെക്കാം. ഇനി നമുക്ക് വേഗം തന്നെ ചോറിൻ്റെ പരിപാടിയിലേക്ക് കിടക്കാം. വേഗം വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് സ്പൈസസും നാരങ്ങാനീരും നെയ്യും കുറച്ച് ഓയിലും പിന്നെ നമ്മുടെ കുറച്ച് ബിരിയാണി മസാലയും കൂടെ ഇട്ടിട്ട് പിന്നെ നമ്മൾ ഇന്ന് ബസ്മതി റൈസാണ് കേട്ടോ എടുത്തത്, അതും കൂടെ വേവിച്ച് വേഗം തന്നെ അങ്ങോട്ട് ദമ്മിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണീൻ്റെ പണികളൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ നേരത്തെ കരിച്ച് മുരിച്ച് വെച്ചിരിക്കുന്ന സംഭവങ്ങളൊക്കെ അങ്ങോട്ട് അതിൻ്റെ മുകളിൽ തൂവി കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളി മുട്ട ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ബൈ.